ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. കാഴ്ചപരിമിതിയെ അതിജീവിച്ച് USS നേടി സിനാനും അഭിനയയും. ആദ്യമായാണ് കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾ USS സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നത്. ആകെ 4 പേർ പരീക്ഷ എഴുതിയതിൽ 2 പേർക്കാണ് സ്കോളർഷിപ്പ് നേടിയത്. കാഴ്ച പരിമിതിയെ അതിജീവിച്ച് USS നേടി സിനാനും അഭിനയയും. ആദ്യമായാണ് ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾ USS സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നത്. ആകെ 4 പേർ പരീക്ഷ എഴുതിയതിൽ 2 പേർ സ്കോളർഷിപ്പ് നേടി. പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഹമ്മദ് സിനാനും അഭിനയയും. PDF ഫോർമാറ്റിൽ വരുന്ന പുസ്തകങ്ങളും ഓഡിയോ രൂപത്തിലാക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്നതിന് സ്കൂളിലെ എല്ലാ ജീവനക്കാരും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടെന്നും ആ കൂട്ടായ്മ ഈ വിജയത്തിന് സഹായം നൽകിയിട്ടുണ്ടെന്നും ഹെഡ് മിസ്ട്രസ് നോബിൾ മേരി ചാക്കോ പറഞ്ഞു. ഈ 2 കുട്ടികളും പഠിക്കാനുള്ള അവരുടെ സാമർഥ്യത്തിന് പുറമെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ്. പിന്നെ മുഹമ്മദ് സിനാനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടിയ ആളാണ് സ്റ്റേറ്റ് ലെവലിൽ. പിന്നെ അഭിനയ സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമാണിപ്പോൾ. അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെൻറ്റിൽ വിശാഖപട്ടണത്ത് കളിക്കാൻ പോവുകയാണ് അഭിനയ. അപ്പോൾ അങ്ങനെ മറ്റു മേഖലകളിലും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് 2 പേരും. അതുപോലെ പ്രവൃത്തി പരിചയ മേളയിലുമൊക്കെ തന്നെ കുട്ടികൾ പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പഠിത്തത്തിന് പുറമെ മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിലും സമർത്ഥരായ കുട്ടികളാണെന്നും ഹെഡ് മിസ്ട്രസ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ അറ്റൂർ പാറപ്പുറത്ത് അത്തിക്കപ്പറമ്പിൽ ഹക്കീമിന്റെയും തസ്നയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ. 9ലും 1ലും പഠിക്കുന്ന 2 സഹോദരിമാരുണ്ട്. ജന്മന പൂർണ്ണമായും കാഴ്ചയില്ലാത്ത മുഹമ്മദ് സിനാൻ ഹെലൻ കെല്ലർ സ്കൂൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം മുഹമ്മദ് സിനാൻ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. ഈ വിജയം വളരെ സന്തോഷം പകരുന്ന ഒന്നാണെന്നും തുടർന്നും മറ്റു മത്സര പരീക്ഷകൾ എഴുതണമെന്നും ഭാവിയിൽ കളക്ടറാകാൻ ആഗ്രഹിക്കുന്ന സിനാന്റെ കുടുംബത്തിന് ഇന്ന് അടച്ചുറപ്പുള്ള ഒരു വീടാണ് ആവശ്യമെന്നും സിനാൻ പറഞ്ഞു. USS കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് ആദ്യം ഞങ്ങൾ OMR ഷീറ്റ് നോക്കിയപ്പോൾ അതിൽ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ബിജുമാഷ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി എനിക്ക് വലുതായ കളക്ടർ ആവണം. 8ാം ക്ലാസ്സിൽ NMMS എഴുതണം. പിന്നെ കളക്ടർ ആവുന്നതിന് മുന്നേ എനിക്ക് നല്ല അടച്ചുറപ്പുള്ളൊരു വീട് വെക്കണം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം. പാലക്കാട് ജില്ലയിൽ തേൻകുറിശ്ശി പഞ്ചായത്തിലെ മഞ്ഞളൂരിലെ ഇടപ്പറമ്പ് വീട്ടിലെ അനന്തകൃഷ്ണന്റെയും സുഷമയുടെയും മകളാണ് അഭിനയ. പൂർണ്ണമായും കാഴ്ചയില്ലാത്ത അഭിനയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഥാകഥനത്തിന് A ഗ്രേഡും സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ പ്ലാസ്റ്റിക് കെയിൻ വർക്കിൽ A ഗ്രേഡും നേടിയിട്ടുണ്ട്. സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗവും. വിശാഖപട്ടണത്തിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങുകയാണ് അഭിനയ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരനുണ്ട്. ഈ വിജയത്തിൽ സ്കൂളിലെ എല്ലാ അധ്യാപകരും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ ഒരു അധ്യാപികയായി മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഭിനയ പറഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് USS എഴുതിയിട്ട് ഞങ്ങളുടെ OMR ഷീറ്റ് നോക്കിയപ്പോൾ എനിക്ക് 60 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. പിന്നെ ആയിരുന്നു എന്നോട് അജുമാഷ് വിളിച്ചിട്ടായിരുന്നു പറഞ്ഞത് USS കിട്ടി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. എനിക്ക് 8ാം ക്ലാസ്സിൽ NMMS എഴുതാനുണ്ട്. എനിക്ക് വലുതായ ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. എനിക്കിത് USS എഴുതാൻ എനിക്ക് കോച്ചിങ് തന്നത് അജു സാറും ദിവ്യ ടീച്ചറും ഒക്കെ ആയിരുന്നു. പിന്നെ നോബിൾ ടീച്ചർ, ലക്ഷ്മി ടീച്ചറൊക്കെ ജനറൽ നോളേജ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അജുമാഷും ദിവ്യ ടീച്ചറായിരുന്നു കൂടുതലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.